നമസ്തേ. പാതി വഴിയിൽ യാത്ര അവസാനിപ്പിച്ചവരെല്ലാം പിൻവാങ്ങിയത് മുൻപിലെ തടസ്സങ്ങൾ വലുതായതുകൊണ്ടല്ല, ഉള്ളിലെ ആഗ്രഹം ചെറുതായതുകൊണ്ടാണ്. ആഗ്രഹങ്ങൾ വജ്രങ്ങൾ പോലെ ഉറപ്പുള്ളതും ശോഭയുള്ളതുമാകട്ടെ. രത്നശാസ്ത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്തേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു ഇടവലഗ്നത്തെക്കുറിച്ച്. ഇടവലഗ്നത്തിൽ ശുക്രൻ്റെ ആ ഒരു സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മൾ, ശുക്രൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇപ്പം മേടലഗ്നക്കാർക്ക് ചൊവ്വയുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളും ഉണ്ടാവും പറഞ്ഞു. ഇടവലഗ്നത്തിലേക്ക് വന്നപ്പം അത് ശുക്രൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും കൂടുതൽ വരിക. അപ്പം ഈ ഇടവലഗ്നക്കാർക്ക് ചൊവ്വയുടെയൊക്കെ ഒരു സ്വാധീനം വന്നാൽ എന്തായിരിക്കും? ഇടവലഗ്നത്തിലേക്ക് വരുമ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഇടവലഗ്നം എന്ന് പറയുമ്പം ശുക്രൻ്റെ ലഗ്നം, ശുക്രൻ കൂടുതലും റൊമാൻസ്, ലവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മാരേജ്, സെക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് പുള്ളിക്ക് കൂടുതൽ ബന്ധമുള്ളത്. അപ്പം ഇത് മേടലഗ്നം കഴിഞ്ഞാൽ ഇടവലഗ്നമായി ഇല്ലേ? അതെ. അപ്പോൾ മേടലഗ്നത്തിൽ ജനിച്ച ആളുടെ ക്യാരക്ടറെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ചൊവ്വയുടെ ക്യാരക്ടറെല്ലാം വന്നു. പക്ഷേ ഇടവലഗ്നമായപ്പം ആൾ നേരെ ഓപ്പോസിറ്റിലേക്ക് വന്നു. കുറച്ചും കൂടെ ലവബിളായി, അരഗൻസി എല്ലാം പോയി. ലവ്, പിന്നെ റൊമാൻറ്റിക്, പിന്നെ ഇതുപോലെ തന്നെയുള്ള നർമ്മ സംഭാഷണങ്ങൾ എല്ലാം വന്നു. ആൾ വന്ന് മറ്റേ ആൾ സീരിയസ് ആയിരിക്കും. ഇപ്പോൾ സീരിയസ്നെസ് ഒന്നുമില്ല. പക്ഷെ ഈവൻ ചൊവ്വ വന്ന് ഇടവലഗ്നത്തിൽ വന്നെന്ന് വിചാരിക്കുക, ശുക്രലഗ്നത്തിൽ അല്ലെങ്കിൽ ശുക്രൻ്റെ ഹൗസസ് എന്ന് പറയുമ്പോൾ ഇടവും തുലാവും, ഇത് രണ്ട് ഹൗസസ് ശുക്രൻ്റെയാണ്. എക്സോൾട്ടഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ മീനമാണ് ശുക്രൻ്റെ. ഇതിലെല്ലാം ഈ ചൊവ്വ വന്നാൽ ചൊവ്വയുടെ ക്യാരക്ടറിനും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, സംഭവിക്കാം. അപ്പം ചൊവ്വ വളരെ കാര്യങ്ങൾ പെട്ടെന്ന് സീരിയസ് ആയിട്ട് എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ആൾ ഒരു റൊമാൻറ്റിക് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ ഈ റൊമാൻസ് പെട്ടെന്ന് പുള്ളി നടപ്പാക്കും. ഒരു റൊമാൻസ് ഉള്ള രണ്ട് പേര്, രണ്ട് സ്ത്രീ പുരുഷന്മാരുടെ അവരുടെ റൊമാൻസ് യാഥാർത്ഥ്യത്തിലേക്ക് പുള്ളി കൊണ്ടുവരും. പെട്ടെന്ന് പുള്ളി സഡൻ ആക്ഷനിൽ പെട്ടെന്ന് കല്യാണം നടക്കാൻ, വിവാദപരമായ കല്യാണങ്ങൾ, ചിലപ്പം ഔട്ട് ഓഫ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കല്യാണങ്ങൾ വരിക, നടത്തുക, അതൊക്കെ വലിയ വിവാദമാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി നടപ്പാക്കും. ആള് പെട്ടെന്ന് കയറിയിട്ട് തീരുമാനമാക്കും. വീനസ് ലവ്സ് മാഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ വീനസ് എന്ന് പറയുന്ന സൗന്ദര്യ ദേവതയ്ക്ക് ഈ വലിയ രൂപഭംഗിയൊന്നും ഇല്ലാത്ത ഈ ചൊവ്വയുടെയോടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാകാൻ കാരണം വെച്ചാൽ പുള്ളിയുടെ ധൈര്യവും ഉടനടിയുള്ള തീരുമാനങ്ങളും ആ ഒരു വ്യക്തിത്വം, ആ ശക്തി, ഇത്രയുമാണ് അട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാൽ ഈ വീനസിൻ്റെ എന്ത് ആഗ്രഹവും പുള്ളി സാധിച്ചു കൊടുക്കും. അത് നല്ലൊരു കൺജങ്ഷനാണ്. ഇപ്പോൾ അത് നല്ല കൺജക്ഷനാണ്, നല്ല പ്ലേസ്മെൻ്റ് ആണ്, നല്ല കൺജക്ഷനാണ്. കാരണം ഇത് ഏത് ആളെ വിവാഹം കഴിച്ചാലും ഏത് തരം, ചിലപ്പോൾ വലിയ കോടീശ്വര പുത്രിയായിരിക്കാം, ചിലപ്പം അത് അത്ര ഇല്ലാത്തൊരാൾ, സാമ്പത്തികം ഇല്ലാത്തൊരാളെ കല്യാണം കഴിച്ചാലും ഒക്കെ അവർ നന്നായിട്ട് ജീവിക്കും. കാരണം വെൽ പ്ലേസ്മെൻ്റ് ആയിരിക്കണം. വെൽ പ്ലേസ്മെൻ്റ് അല്ലാതെ ഈ ശുക്രൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്രഹം പോയി 8th ഹൗസിൽ നിൽക്കുന്നു, റോങ് ആയിട്ടുള്ള കൺജക്ഷനും വന്നു, ഈ ചൊവ്വയും കൂടെ ശനിയിൽ നിന്നു ശുക്രനൊക്കെ നിന്നാൽ അത് വളരെ ഒരു മാലഫക്റ്റ് ഉണ്ടാക്കും ലൈഫിൽ. എവിടെയാണ്? റിലേഷൻഷിപ്പിലാണ് ഉണ്ടാകുന്നത്. ഈ പീഡനവും അതും ഇതും ഒക്കെ ഉണ്ടാകുന്നത് ആ ഒരു റോങ് കൺജക്ഷന് ഈ റോങ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഈ വീനസും ശുക്രനും വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാവും. നല്ല വെൽ പ്ലേസ്ഡ് ആണെങ്കിൽ മാരേജ് ലൈഫ് വളരെ മാതൃകാപരമായിട്ട് പോകും. കണ്ട അവരെങ്ങനെയൊക്കെ കല്യാണം കഴിച്ചാൽ അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് എന്ന് ആൾക്കാർ പറയും. ഒരു പക്ക ഫാമിലി മാൻ ആയിരിക്കും ആള്. നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. എന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നടപ്പാക്കും. ജീവിതം നന്നായിട്ട് സേഫ് ആയിരിക്കും.
ഈ വീനസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആള് മുമ്പോട്ട് നയിക്കും. മുന്നോട്ട് നയിക്കും. ഇതാണ് ഈ കൺജക്ഷൻസിനുള്ള ഇത്. നല്ല അരഗൻ്റായിട്ടുള്ള പ്ലാനറ്റും മറ്റ് സോഫ്റ്റ് ആയിട്ടുള്ളതോ റൊമാൻറ്റിക് ആയിട്ടുള്ള ഹൗസിൽ വന്ന് നിന്നാൽ ആ ക്യാരക്ടർ ആയിരിക്കും. ആ ക്യാരക്ടറല്ല, ആ കാര്യങ്ങളുമായിട്ട് ഒത്തുചേർന്ന് പുള്ളി പോകും. ആ ഒരു ചേഞ്ചസ് അവിടെ വരും. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് റോങ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റിൽ വന്നു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അത് കൂടുതലും ബാധിക്കാൻ പോകുന്നത് ഈ റിലേഷൻഷിപ്പിനെ ആയിരിക്കും. അതെ, ഇവിടെ ചാർട്ടിൽ ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ടിനകത്ത് ഇടവ ലഗ്നമാണ്. ലഗ്നത്തിൽ തന്നെ ചൊവ്വ നിൽക്കുക. അപ്പം ഈ കുട്ടിയുടെ മാരേജിന് ഒരു ചെറിയ വിവാദപരമായിട്ടുള്ള ഒരു മാരേജ് ആയിരുന്നു. പക്ഷേ നല്ല ലൈഫിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് വലിയ വെൽ പ്ലേസ്ഡ് ആണിത്. ശുക്രനും ചൊവ്വയും വെൽ പ്ലേസ്ഡ് ആണ്, വെൽ പ്ലേസ്ഡ് ആയിട്ട് നിൽക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പം അത് ഇതെന്താ വെച്ചാൽ ഈ ഇമോഷണൽ കണക്ഷൻസ് ആണല്ലോ ഇതിനകത്ത്. ഈ മാരേജ് ലൈഫിലുമൊക്കെ ഇമോഷണൽ കണക്ഷൻസ് ആണല്ലോ കൂടുതലായിട്ടുള്ള. ഇമോഷനും അതുപോലെ തന്നെ ആ ഫാമിലിയിലുള്ള റിലേഷൻഷിപ്പിലുള്ള ശക്തിക്ക് ഒക്കെ നന്നാകും ഇവർ രണ്ടുപേരും നല്ല പ്ലേസിലാണെങ്കിൽ. ഇനി ആരെ കല്യാണം കഴിച്ചാലും ഔട്ട് ഓഫ് കമ്മ്യൂണിറ്റിയോ എന്തും ഇവിടെ അതൊന്നും വിഷയമല്ല, നന്നായിട്ട് പോവും. നമുക്ക് വിവാഹമോ ചിലപ്പം അതുമായിട്ട് അതിനോടനുബന്ധിച്ച് ഇങ്ങനത്തെ ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെ വീട്ടുകാർക്ക് ചിലപ്പോൾ പിടിച്ചില്ല എന്ന് വരും. എങ്കിലും കാര്യങ്ങൾ ലൈഫിലേക്ക് നന്നായിട്ട് അങ്ങനെ പോകും. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവ ലഗ്നത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ 10th ഹൗസ് നയിക്കുന്നത്. 9th and 10th ഹൗസ് കൊണ്ടുപോകുന്നത് ശനിയാണ്. അപ്പം ശനി ഇതിനകത്ത് വെൽ പ്ലേസ്ഡ് ഈ ചാർട്ടിൽ. ആ ശനി വെൽ പ്ലേസ്ഡ് ആയതുകൊണ്ട് ഈ കുട്ടിക്ക് സ്വന്തമായിട്ട് വരുമാനമുള്ള ആളാണ്, വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റോണൊന്നും നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുമില്ല. നമുക്ക് ഇത് കർമ്മരംഗമാണല്ലോ ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. മനസ്സിലായല്ലേ? ഇപ്പം മാരേജിന് ശേഷമാണ് ഈ കുട്ടി നമ്മളെ കൺസൾട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ കൊടുത്തിരിക്കുന്നത് ബ്ലൂ സഫയർ, കർമ്മരംഗം നന്നാകുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റോണ് സജസ്റ്റ് ചെയ്യാനുണ്ടായിട്ടുള്ള ഒരു കാരണം അത് നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. സാറ് പറഞ്ഞു വന്നത് ആ ചാർട്ടിൽ ആൾക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ശുക്രൻ്റെ രത്നമൊന്നും അല്ല നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സാറ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് കർമ്മരംഗം. കാരണം മാരേജ് കഴിഞ്ഞവർ സെറ്റിൽഡ് ആണ്. ഇനി ആ കർമ്മരംഗത്ത് കൂടുതലായിട്ട് ഫ്ലറിഷ് ചെയ്യണം. കാരണം ഈ കുട്ടിക്ക് സൂര്യൻ അഷ്ടമത്തിൽ നിൽക്കുന്നത്. 8ലെ സൂര്യൻ നമുക്ക് എക്സ്പോഷർ കളയും. അപ്പോൾ ഇപ്പോൾ എക്സ്പോഷർ വേണ്ടത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്താണല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ആ കർമ്മരംഗം നന്നാകാനായിട്ട് തന്നെയാണ് ബ്ലൂ സഫയർ കൊടുത്തിരിക്കുന്നത്. ഈ ഇടവലഗ്നക്കാരുടെ കരിയർ അല്ലെങ്കിൽ അവരുടെ കർമ്മ മേഖല കൺട്രോൾ ചെയ്യുന്നത് ശനിയാണ്. കാരണം 9th and 10th ഹൗസാണ് കരിയർ വരുന്നത്. ഇടവലഗ്നത്തിൻ്റെ 10th ഹൗസ് എന്ന് പറയുമ്പം കുംഭമാണ്. മകരം, കുംഭം ഹൗസസ് ശനിയുടെയാണ്. ഇടവലഗ്നത്തിൻ്റെ ഒരു യോഗകാരൻ കൂടെയാണ് ശനി. ഇതൊക്കെ ലഗ്നക്കാർക്ക് പലർക്കും ബ്ലൂ സഫയറൊക്കെ മാച്ചിങ് ആണ്. ശനി റോങ് സൈഡിലല്ലെങ്കിലും. ശനി 7th ഹൗസിൽ നിൽക്കുന്നെങ്കിൽ കൊള്ളത്തില്ല, ബ്ലൂ സഫയർ ഉപയോഗിക്കാൻ പാടില്ല. യോഗകാരകനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 7th ഒരു മാരക സ്ഥാനം. അതിൻ്റെ അകത്ത് കല്ല് സ്റ്റോൺ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെ നല്ലത്. നല്ല ബ്ലൂ സഫയർ യൂസ് ചെയ്താൽ തന്നെയല്ല. ഇതിനകത്ത് ബുധൻ നല്ലതാണ്. ആള് IT ആയിട്ട് ബന്ധമുണ്ട്. ബുധൻ്റെ സ്റ്റോൺ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. എമറാൾഡും ഉപയോഗിക്കാം. അപ്പോൾ ഈ ശനിയുടെ രത്നവും അതുപോലെ തന്നെ ബുധൻ്റെ രത്നവും കൂടെ ആൾക്ക് രണ്ട് നല്ല കോമ്പിനേഷൻ സ്റ്റോൺസ് ആണ്. വളരെ ഫ്രണ്ട്ലി പ്ലാനറ്റ്സ് ആണ്. ഇടവലഗ്നത്തിൽ പലർക്കും വ്യാഴ ദശാകാലങ്ങളിൽ അവർ വ്യാഴത്തിൻ്റെ സ്റ്റോൺ വാങ്ങിച്ച് ധരിക്കാറുണ്ട്. അത് ഒരു റോങ് ആയിട്ട് എൻ്റെ ഒരു റീഡിങ് അതാണ്. കാരണം ഈ വ്യാഴത്തിന് എത്ര ഇമ്പോർട്ടൻസ് അവിടെ വരുന്നില്ല. ഒരു മൈനസിലാണ് നിൽക്കുന്നത്. അഷ്ടമാധിപനാണ് വ്യാഴം. അതുകൊണ്ട് വ്യാഴ ദശ
ഈ ഇടവലഗ്നക്കാർക്ക് അത്ര മാച്ചിങ് ആയിരിക്കില്ല. പിന്നെ അത് വേടദശ കഴിഞ്ഞ് ശനിയുടെ പീരീഡ് വരുമ്പോഴാണ് അവർ കയറി വരത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു അപകടം, ദശാകാലം മാത്രം നോക്കിയിട്ട് പോയിട്ട് ഇടവലഗ്നാണ് വ്യാഴദശ എന്ന് പറഞ്ഞിട്ട് കല്ല് വാങ്ങി ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വ്യാഴം കുറച്ച് നല്ല വെൽ പൊസിഷൻഡ് എക്സോൾട്ടഡ് ഒക്കെ ആയിടുന്ന ചെറിയ സഫയർ വല്ലതും യൂസ് ചെയ്യാം. എന്നാലും ശനിയുടെ രത്നമാണ് അവിടെ അനുയോജ്യമായിട്ട് നിൽക്കുന്നത്. രണ്ടും സഫയറാണ്, ഒന്ന് യെലോയും ഒന്ന് ബ്ലൂ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ കളറ് തന്നെ വ്യത്യാസം വന്നു. അപ്പോൾ ഈ വ്യക്തിക്ക് നമ്മൾ ബ്ലൂ സഫയർ കൊടുക്കുമ്പം ആൾക്കിനി ആളുടെ ഒരു കരിയർ മേഖലയിൽ ഒന്ന് ഫ്ലറിഷ് ചെയ്യും. അതാണല്ലോ ഇനി വേണ്ടത്. അതാണല്ലോ ആളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു, മാരേജ് കഴിഞ്ഞു, കരിയറാണ്. ലൈഫ് ടൈം ഇത് യൂസ് ചെയ്യാം. നമ്മുടെ കർമ്മരംഗം നമുക്ക് ലൈഫ് ടൈം ആണല്ലോ അത്. അതെ അല്ലേ? ഒരാൾ അറിയപ്പെടുന്നതും ഈ കർമ്മരംഗത്തിൽ കൂടെയാണ് ഒരാൾ അറിയപ്പെടുന്നത്. കർമ്മരംഗമാണ് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് കർമ്മരംഗമല്ലേ? അപ്പം ആ കർമ്മരംഗമാണ് ഇതിനകത്ത് വേണ്ടത്. അപ്പം നമ്മൾ അനുയോജ്യമായ ടൈമാണ് ഇതിന് നോക്കുന്നത്. ഇനി ഈ കുട്ടി ഒരു 14-15 വയസ്സിൽ വന്നാലും സ്റ്റോൺ ഇത് തന്നെ. അന്നേരം ബ്ലൂ സഫയർ എമറാൾഡ് മെമ്മറിക്ക് നല്ലതാണ്. എമറാൾഡ് ബ്ലൂ സഫയർ കോമ്പിനേഷൻ ആയിക്കോട്ടെ ഏറ്റവും ബെസ്റ്റ്. മെമ്മറി കിട്ടും. IT ഫീൽഡാണ്. ബുധൻ ITയുടെ ആളാണ്. കണക്കും കാര്യങ്ങളും. അപ്പോൾ ആ വക പ്രോബ്ലംസ് ഒന്നും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ ഈ ആദിത്യൻ്റെ അഷ്ടമസ്ഥിതി മാത്രമേ ഇതിനകത്ത് റോങ് സൈഡിലായിട്ട് പോയിട്ടുള്ളൂ. അതിനെ സൂര്യപ്രകാശവും അതിൻ്റെ വെട്ടവും വെളിച്ചവും ഒക്കെ രാവിലത്തെ എഴുന്നേൽപ്പൊക്കെ കൊണ്ട് അത് കവറപ്പ് ചെയ്ത് അല്ലെങ്കിൽ ജോയിൻസിന് പെയിന്, കാലിന് പെയിന്, വൈറ്റമിൻ D ഡെഫിഷ്യൻസി എല്ലാം ഉണ്ടാകാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതാണ് ഈ സൂര്യൻ അഷ്ടമത്തിൽ പോയാലുള്ളൊരു പ്രശ്നം. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഈ ലഗ്നം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലഗ്നമാണ്. ഈ ലഗ്നത്തിൻ്റെ ക്യാരക്ടർ ആളിലുണ്ടാകും. ആൾക്കൊരു ബോർണായിരിക്കത്തില്ല, ഒരു രസികനായിരിക്കും, ആസ്വാദന ശേഷിയുള്ള ആളായിരിക്കും. മനസ്സിലായില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ആളായിരിക്കും. ചൊവ്വ അതല്ല, അണ്ടർസ്റ്റാൻഡിങ് ഒന്നുമില്ല. പുള്ളി പറയുന്ന കാര്യം പുള്ളി നടപ്പാക്കുന്നത്. അപ്പോൾ അതാണ് പുള്ളി ഈ രണ്ട് അടുത്തടുത്ത ഹൗസസ് ആയത്, എന്നാൽ പോലും അതിനകത്ത് വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് ഈ ലഗ്നം മാത്രം നോക്കിയിട്ട് ഇപ്പോൾ ഒരു വ്യക്തിനെ കുറിച്ച് ഒരു ജനറലായിട്ട് നമുക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. അതായത് ഈ വ്യക്തിക്ക് ലഗ്നം ആള് വിദേശത്ത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആള് കുറച്ച് കഴിയുമ്പം ഒരു ഗവൺമെൻറ് മേഖലയിൽ ഒരു നല്ല പൊസിഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇയാളൊരു സന്യാസ ജീവിതം ചിലപ്പോൾ നയിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഈ ലഗ്നം നോക്കിയിട്ട് പെട്ടെന്ന് ലഗ്നം മാത്രം നോക്കിയാൽ കിട്ടില്ല. മറ്റ് പല പാരാമീറ്റേഴ്സും ചെക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാനായിട്ട്. അതെ. പക്ഷേ ഇതിൻ്റെതായ ഗവൺമെൻറ് സർവീസ് എന്നൊക്കെ പറയുമ്പോൾ സൂര്യൻ്റെ പൊസിഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. സൂര്യൻ 10th ഹൗസിൽ വരിക, യോഗകാരകനായിട്ടൊക്കെ വരികയും ഒക്കെ ചെയ്താൽ നമുക്ക് ആൾക്ക് ഗവൺമെൻറ് സെമി ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. ലഗ്നാധിപൻ 12th ഹൗസിലൊക്കെ നിന്നാൽ കൂടുതലും വിദേശ യോഗം തന്നെ പറയണം. സന്യാസ യോഗം വരണം, പ്രവജ്യ യോഗം എന്ന് പറഞ്ഞ യോഗം വരണം പൂർണ്ണമായിട്ടും. അങ്ങനെയുള്ള ഒരു മാരേജ് തന്നെ കഴിക്കണമെന്നില്ല. അത് 10th കർമ്മരംഗത്താണ്, കർമ്മം കൊണ്ടാണല്ലോ ആൾ സന്യാസിയായിട്ട് മാറുന്നത് അല്ലേ? അപ്പോൾ 10th ഹൗസ് തന്നെ ഇമ്പോർട്ടൻ്റ്. 10th ഹൗസിൽ 4-5 ഗ്രഹങ്ങൾ നിൽക്കുക. അതിനകത്ത് കർമാധിപൻ ഏതാണ് 10th ഹൗസ്, ആ 10th ഹൗസിൻ്റെ അധിപൻ ആ 10th ഹൗസിൽ തന്നെ നിൽക്കുകയും മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും മൗഢ്യമില്ലാതൊക്കെ വന്നാൽ ആൾക്കിതായിരിക്കും. എന്നാൽ ഇനി അല്ലെങ്കിൽ ഒരു 4-5 എണ്ണം നിന്നാൽ തന്നെ നമുക്കൊരു സെമി യോഗമായിരിക്കും. മാരേജ് കഴിഞ്ഞാൽ ഒരു സെമി സന്യാസി യോഗമായിരിക്കും. പക്ഷേ അതിനകത്ത് ചൊവ്വയൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് വന്നാൽ ഫുഡിലൊന്നും അതിനകത്ത് അങ്ങനെയൊന്നും കാണത്തില്ല. ഫുഡൊക്കെ ഏത് ഫുഡ് ഇത് നമുക്ക് അങ്ങനെ ഒരു ഫോക്കസ് ചെയ്തൊരു കാര്യം ജനറലായിട്ട് പറയാം. ഇപ്പോൾ ഒരാളുടെ ചാർട്ട് കണ്ടിട്ട് നമുക്ക് പറയാം. ജനറലായിട്ട് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പ്രപഞ്ചീയ യോഗം പോലുള്ള യോഗങ്ങൾ വരുന്നത് 10th ഭാവത്തിലായിരിക്കും അത് കൂടുതലായിട്ടും വരുന്നത്. കർമ്മം കൊണ്ടാണ് അവൻ സന്യാസിയാകുന്നതും അല്ലാതാകുന്നതും അല്ലേ?
അപ്പോൾ കർമ്മരംഗത്താണ് അത് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ കേതുവിൻ്റെ എഫക്റ്റ്, കേതു അതും ഒരു ഘടകമാണ്. കേതു പ്ലാനറ്റ് ഓഫ് ഐസൊലേഷൻ എന്ന് പറയുന്നത്, ഒറ്റപ്പെടുത്തികളെ, മോക്ഷദായകനാണ്, മോക്ഷകാരകനാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പീരീഡ് അനുസരിച്ച് ഇപ്പോൾ കുഞ്ഞിലേ തന്നെ കേതുർദശ വന്നാൽ ഈ പിള്ളേർ നാട് തന്നെ വിട്ട് ഓടിപ്പോവുകയൊക്കെ ചെയ്യുന്നില്ലേ, ആ ഒരു ഐസൊലേഷൻ സംഭവിക്കും. എന്നാൽ വളരെ പ്രായമായതിനു ശേഷം കേതുർദശ വരുമ്പം അതൊരു ചിലപ്പോൾ ആ ഒരു ഡിവൈനിറ്റിയിലേക്ക് വന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി, ഹൈലി സ്പിരിച്വലിലേക്ക് പോയി, അങ്ങനെയും ഒരു സംഭവിക്കാം. അപ്പോൾ ഇതാണ് പറയുന്നത്, ഓരോ പ്ലാനറ്റ്സിൻ്റെ ഇൻഫ്ലുവൻസ്, അവരുടെ ഏജ്, ഇതെല്ലാം നമുക്ക് ബാധകമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇടവലഗ്നത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇടവലഗ്നത്തിൻ്റെ അധിപനായ ശുക്രനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഇടവലഗ്നക്കാർക്കെല്ലാം അങ്ങനെയാണെങ്കിൽ ഈ നവരത്നങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ, അല്ലെങ്കിൽ അത് നല്ലതാണോ എന്നുള്ളൊരു കാര്യം? അവിടെ ലഗ്നം ആയതുകൊണ്ടല്ല, ഈ നവരത്നത്തിനകത്ത് പ്രധാനമായിട്ടും ഹാർഡ്നെസ് കൂടിയ കല്ല് ഡയമണ്ട് ആയതുകൊണ്ട് നമുക്ക് ഡയമണ്ട്സ് സ്യൂട്ടബിൾ ആണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് ആ ഒരു വിവരം ഒരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. അപ്പം പറഞ്ഞത് നമ്മൾ രത്നം, ആൾക്ക് വജ്രം അല്ലെങ്കിൽ നവരത്ന മോതിരങ്ങൾ ഉപയോഗിക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന്. നവരത്നത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡയമണ്ട് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കും. ഇപ്പോൾ ശുക്രൻ നീചത്തിലുമൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ നവരത്നം ധരിക്കാതിരിക്കുന്നത് നല്ലത്. ഒരുപാട് ഗ്രഹങ്ങൾ മൈനസിൽ നിന്നാൽ നവരത്നം സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ചില പ്രത്യേക പൊസിഷനിലുള്ള ആൾക്കാർക്ക് നവരത്നം വളരെ സ്യൂട്ടബിൾ ആയിരിക്കും. പ്രധാനപ്പെട്ട ഈ കാലസർപ്പദോഷം പോലുള്ളവർക്കൊക്കെ വീനസും വലിയ പ്രോബ്ലം ഇല്ലാതെ നിൽക്കുന്നു എങ്കിലും നമുക്ക് ഗ്രഹങ്ങൾക്കെല്ലാം ബ്രൈറ്റ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ആ നവരത്നം ഉപയോഗിക്കാം. അവർക്ക് ചേരുന്ന നല്ലൊരു സ്റ്റോണും സിംഗിളായിട്ട് 2, 3, 4 ക്യാരറ്റിൽ അതും യൂസ് ചെയ്യാം. മനസ്സിലല്ലേ, എപ്പോഴും സ്റ്റോൺസ് ആക്ടിവേഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് റോങ് പ്ലാനറ്റ്സ് ഉണ്ടെങ്കിൽ റോങ് പ്ലാനറ്റ് ആക്ടിവേറ്റഡ് ആകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നവരത്നം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അനുയോജ്യമല്ല എന്ന് പറയുന്നത്. 50% ആൾക്കാർക്ക് അത് ചേരും. എന്നാലും നമ്മളത് ഒരു വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷം, അനലൈസ് ചെയ്തതിന് ശേഷം ചെറിയൊരു പെൻഡൻ്റ് അല്ലെങ്കിൽ ചെറിയൊരു കുഞ്ഞ് കമ്മലൊക്കെ ആൾക്കാരൊക്കെ ഇടുന്നു, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ചെറിയ കല്ലുകളല്ലേ ഉള്ളൂ, അതിന് ആ ഒരു ഇത് എഫക്റ്റേ വരുന്നത്. 1 സെൻറ്റിൻ്റെയൊക്കെ കല്ലുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ നവരത്നമൊക്കെ ഉണ്ടാക്കാം. അപ്പം അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, തടസ്സമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ ഈ മേടലഗ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പം അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അതുപോലെ ഈ ഇടവലഗ്നത്തിലേക്ക് വരുമ്പോഴും ഈ ശുക്രൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളുടെ ആരോഗ്യസ്ഥിതി, ആ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ശുക്രൻ മെയിൻലി വരുന്നത് സെക്ഷൽ ഓർഗൻസ്, കിഡ്നി, ഡയബറ്റിക്, പിന്നെ പ്രോസ്ട്രേറ്റ് ഇഷ്യൂസ്, യൂറിനറി ഇഷ്യൂസ്, ഈ കാര്യങ്ങളായിരിക്കും വരുന്നത്. ശുക്രൻ വീക്ക് ആണെങ്കിൽ ജനറലി ആ ആള് വീക്കായിരിക്കും, ഒരു ഊർജ്ജസ്വലത ഇല്ലാത്ത ആളായിരിക്കും. തണുത്ത പ്രകൃതം അല്ല, ഒരു ആരോഗ്യമില്ല, വീക്കായിരിക്കും ആൾ. ശുക്രൻ നല്ലതായിട്ട് നിന്നാൽ വലിയ ഊർജ്ജസ്വലനും എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ എന്തൊക്കെയാണോ ഇതിനകത്ത് മൈനസ് പോയിന്റ് കിടക്കുന്ന എല്ലാം പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ യൂറിനറി പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതും ഒക്കെ ഈ വീനസിൻ്റെ നല്ല പൊസിഷനോ അല്ലെങ്കിൽ ബാഡ് പൊസിഷൻ കൊണ്ടോ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരു മൈനസിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ വക അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. സെക്ഷുവൽ ഓർഗൻസിന് അസുഖങ്ങളുണ്ടാകാം, അസുഖമല്ല, പവർ ഇല്ലാതെ പോവുക, ശക്തി ഇല്ലാതെ പോവുക, ഇതൊക്കെ ഉണ്ടാകുന്നത് വീനസിൻ്റെ മാൽ എഫക്റ്റ് കൊണ്ടായിരിക്കാം ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാനറ്റാണ് വീനസ്. എല്ലാ ഗ്രഹങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും വീനസിന് ഇന്നത്തെ കാലത്തൊരു വലിയ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. പണം, വാഹനം ഒക്കെ ഉള്ളതുണ്ട്. ഇപ്പോൾ ലക്ഷറീസ് വലിയ വണ്ടികളും വലിയ
ലക്ഷറി കാറുകളും ഒക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ വീനസ് നന്നായിട്ടായിരിക്കും അവർ നിൽക്കുന്നത്. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അതിനകത്ത് സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഗ്രഹനിലയിൽ ഒരു ഗ്രഹങ്ങൾ മാത്രമല്ല, വിവിധ ഗ്രഹങ്ങളും ലഗ്നാധിപനും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് രത്നനിർണയവും അല്ലെങ്കിൽ ഒരാളുടെ ഒരു ചാർട്ട് അനലൈസ് ചെയ്യാനും അതിനകത്തൊരു തീരുമാനത്തിലെത്താനും സാധിക്കുന്നത്. ടോട്ടൽ സ്റ്റഡി ഓഫ് ഈച്ച് ആൻഡ് എവരി പ്ലാനറ്റ് ഇൻ ദർ പ്ലാനറ്ററി പൊസിഷൻ. അതാണ് ആ പ്ലാനറ്ററി പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. രോഗവും അപകടങ്ങളും ഭാഗ്യവും തൊഴിലും കർമ്മവും എല്ലാം നമുക്ക് അതിനകത്തൂടെ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നിട്ട് അതിന് നമുക്ക് പരിഹാരങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫിസിക്കലി വീക്കായിട്ടുള്ളവർ ഫിസിക്കൽ എക്സസൈസുകൾ, പിന്നെ അതിനുള്ള മെഡിക്കേഷൻസുകൾ, കാര്യങ്ങളിലേക്ക് കിടക്കുക, അതിനുള്ള ഫ്രൂട്ട്സ്, പിന്നെ പ്രോട്ടീൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചത് ഡെവലപ്പ് ചെയ്യാം. പിന്നെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള രത്നം ധരിച്ച് ആ വഴിക്കത് ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായി? ലഗ്നാധിപൻ്റെ ഇപ്പോൾ ഒരു ഹെൽത്ത് സംബന്ധിച്ചപ്പോൾ നമ്മൾ ലഗ്നാധിപൻ്റെ കല്ല് കൊടുക്കാവോ നമ്മൾ ആദ്യം തന്നെ നോക്കും. ലഗ്നാധിപൻ്റെ കല്ല് ധരിക്കാൻ സാധിക്കുമെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതും കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം. അതായത് ജസ്റ്റ് ലഗ്നം മാത്രം നോക്കിയിട്ടും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് രോഗകാരകനായിരിക്കുന്ന 6th ഹൗസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കി ആയിട്ട് വേണം നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമ്മൾ രത്നം നിർദ്ദേശിക്കാനായിട്ട്. അപ്പം ലഗ്നത്തെ മാത്രം ആസ്പദമാക്കിയിട്ടല്ല, ഓവറോള് കംപ്ലീറ്റ് ഓരോ ഗ്രഹങ്ങളും എങ്ങനെ നിൽക്കുന്നു, അവരുടെ ബലം എന്താണ്, അവരുടെ ഡിവിഷണൽ ചാർട്ടിൽ എങ്ങനെ നിൽക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തതിന് ശേഷം കൊടുത്താൽ അവർക്ക് ലൈഫ് ലോങ് ആ സ്റ്റോണുകൾ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഈ കഴിഞ്ഞ 1-2 എപ്പിസോഡുകളിൽ ചർച്ച ചെയ്ത് വരുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. നമ്മൾ മേടലഗ്നത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ഇടവലഗ്നം, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ഓരോ എപ്പിസോഡുകളിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മളൊരു സ്റ്റാറോ അല്ലെങ്കിൽ ദശാകാലമോ മാത്രം നോക്കിയിട്ടുള്ള രത്നധാരണത്തിലേക്ക് ചെല്ലരുത്. നമ്മൾ അത് വ്യക്തമായിട്ടുള്ള അതിൻ്റെ ഒരു ചാർട്ടിൻ്റെ ഒരു അനലൈസ് നമ്മൾ നടത്തിയിട്ട് വേണം ഒരു രത്നധാരണത്തിലേക്ക് പോകാനായിട്ട്. അതാണ് നമ്മുടെ ഒരു മെയിനായിട്ടുള്ള. പിന്നെ രത്നങ്ങൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ വളരെ ടൈറ്റായിട്ട് 10-12 വർഷമായിട്ട് മോതിരം ഊരാതെ ഒക്കെ ഇരിക്കുന്ന അങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും നമുക്ക് ഊരത്തക്ക രീതിയിൽ വളരെ ടൈറ്റായിട്ട് പണിത് വെക്കരുത്. അത് ഊരണം, കാരണം ബ്ലഡ് സർക്കുലേഷൻ വേണമല്ലോ. രക്തങ്ങളൊന്നും ഊരി വെച്ചത് കൊണ്ട് 2 ദിവസം ധരിച്ചില്ലെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എപ്പോഴും രക്തങ്ങൾ വളരെ ക്ലീനായിട്ട് വേണം നമ്മൾ സംരക്ഷിച്ച് പോകാനായിട്ട്. അതിനകത്ത് പ്രധാന ഓയിലിങ് തന്നെ, ഓയില്, വെള്ളം എല്ലാം നല്ലതാണ്, ട്രീറ്റ്മെൻറ്റുകളാണ്. അപ്പോൾ നമ്മൾ രത്നനിർണയം മാത്രമല്ല, രത്നങ്ങളുടെ ആ ഒരു പരിപാലനം രീതികളും നമ്മൾ രത്നശാസ്ത്രങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ധാരാളം വിവരങ്ങളുണ്ടായിരുന്നു നമ്മുടെ എപ്പിസോഡിൽ. കൂടുതൽ വിശേഷങ്ങളായിട്ട്, കൂടുതൽ രത്നവിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. നമസ്കാരം.